എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. തിരിച്ചെവിടെയും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ്, ചെറിയൊരു വീഡിയോ ആണ്. രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും രാവിലെ തന്നെ എണീക്കുമ്പോൾ ഒന്ന് എന്താ പറയുക, അന്നത്തെ ഒരു ദിവസം നല്ലൊരു ദിവസമാവട്ടെ, നല്ല സന്തോഷവും സുഖകരമായിട്ടുള്ള ദിവസമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ എല്ലാവരും രാവിലെ എണീക്കുക. അതേപോലെ തന്നെ ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷേ അന്നൊരു ചെറിയൊരു ബാക്ക് പെയിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ ചെറിയൊരു ബാക്ക് പെയിനും ഒക്കെ ആയിട്ടാണ് എണീറ്റത് കേട്ടോ. പിന്നെ ഇതാ രാവിലത്തെ ജോലികളൊക്കെ തുടങ്ങാൻ തുടങ്ങി. അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പാട്ടോ. അപ്പം കടലക്കറിയാണ്. അങ്ങനെ അപ്പത്തിൻ്റെ മാവൊക്കെ ഞാൻ രാത്രി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കടല ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കടല ഞാൻ കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്ലീനിങ് ആണ്, അടിച്ചു വാരലും തുടയ്ക്കലൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ, വേറെ ആരും എണീറ്റിട്ടൊന്നുമില്ല. അപ്പോൾ അതാ അപ്പമൊക്കെ ഇവിടെ ചുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കുറച്ച് നേരത്തെ ആക്കും. പിന്നെ പാറു എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പാറുവിൻ്റെ പരിപാടികളൊക്കെ ചെയ്ത് കൊടുക്കണമല്ലോ. പക്ഷെ ബ്രഷൊക്കെ ചെയ്യൽ ചിലപ്പോൾ അവളൊന്നും ചെയ്യും, പക്ഷേ അതോടൊപ്പം തന്നെ ഞാനും ചെയ്ത് കൊടുക്കലുണ്ട്. കാരണം ഒറ്റയ്ക്ക് തേച്ചാലൊന്നും റെഡി ആവില്ല. അപ്പോൾ ഞാൻ എന്നും രാവിലെ ഞാൻ വെറും വയറ്റിൽ കുടിക്കണ വെള്ളം കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ വീഡിയോ അതിൽ വേറെ വിടുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു വെള്ളമാണ് അത്. ഞാൻ 2 ഗ്ലാസ് കുടിക്കും. അതേപോലെ തന്നെ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് 2 ഗ്ലാസ് പച്ചവെള്ളം കൂടെ കുടിക്കും കേട്ടോ. പിന്നെ കറിക്കുള്ള നാളികേരാട്ടോ ഞാൻ ചിരവണത്. അപ്പോൾ സാധാരണ ഞാൻ രാവിലെ പുട്ടോ കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തലേദിവസം രാത്രി ആട്ടോ ഞാൻ നാളികേരം ചിരകി വയ്ക്കുക. രാവിലെ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഏട്ടൻ എണീറ്റുണ്ടെങ്കിൽ ഏട്ടനും ചിരവി തരും. അങ്ങനെ ഇതാ ഞാൻ കറിക്കുള്ള പ്രിപ്പറേഷനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കടലക്കറിയാണല്ലോ. അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ സവാള ചെറിയൊരു കഷ്ണം, അതിലേക്ക് കുറച്ച് നാളികേരം കൂടെ ഇട്ടിട്ട് എണ്ണയിലൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് എണ്ണയിൽ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ, വറുത്തിട്ടുണ്ട്. അതരച്ചിട്ട് ഞാൻ കടലക്കറിക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിന് മുന്നേ ആയിട്ട് ഞാൻ കടല കുറച്ചൊന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കടല മാറ്റി വയ്ക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിട്ട് വേവിച്ചത്. കാരണം പണ്ടൊക്കെ നമുക്ക് സ്കൂളിൽ ചോറും ഈ കടലയും അതുപോലെ തന്നെ ചോറും ചെറുപയറൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോഴും ഞാൻ കടല വയ്ക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് മാറ്റി വയ്ക്കലുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് കഴിക്കാൻ, അതേപോലെ തന്നെ ചോറിലൊക്കെ കൂട്ടി കഴിക്കാൻ. അപ്പോൾ ഞാനും പാറും കഴിക്കും കേട്ടോ അങ്ങനെയൊക്കെ. അങ്ങനെ ഇതവിടെ അലക്കലും കുളിയൊക്കെ കഴിഞ്ഞു. പാറു എണീറ്റു. പിന്നെ പാറുവിന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഹോർലിക്സ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അച്ചുവിന് ഹോർലിക്സ് വേണ്ട. 7:30 ആകുമ്പോഴത്തേക്ക് പോയി. രാവിലെ ഒന്നും അവന് ഹോർലിക്സോ ഈ പാൽച്ചായ ഒന്നും അവൻ കുടിക്കൊന്നുമില്ല. അവനൊരു അസ്വസ്ഥതയാണ് വയറിനെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പാറുവിനാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ പാറുവും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഞാനും കഴിച്ചു. പിന്നെ ഉച്ചയ്ക്കത്തുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ ഈ ആലുവ അടുപ്പ്, പുകയില്ലാത്ത അടുപ്പൊക്കെ കണ്ടല്ലോ, അത് ഈ നടുവിലുള്ള ഒരു അടുപ്പുണ്ടല്ലോ, ആ പുക പോണുന്ന ആ ഭാഗത്ത് നമ്മളൊരു കുറച്ച് കടലാസ് ചുരുട്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് ചൂടാക്കി കൊടുത്താൽ പെട്ടെന്ന് കത്തും കേട്ടോ. കാരണം നമുക്ക് പിന്നെ ആ പുക നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുമൊന്നുമില്ല. ആദ്യം ആ പുകക്കുഴലിനെ നമ്മൾ ആ ചൂടാക്കി കടത്തി വിടണം. എന്നാലേ നമ്മൾ കത്തിച്ചാൽ അടുപ്പ് നല്ല സുഖമായിട്ട് സൂപ്പറായിട്ട് കത്തുള്ളൂ. അങ്ങനെ ഞാനിവിടെ മൺകലത്തിലാട്ടോ ഞാൻ ചോറ് വയ്ക്കുക. സാധാരണ മൺകലത്തിലാണ് ചോറ്, എനിക്കതിലാണ് ഇഷ്ടം. അടുപ്പത്ത് വയ്ക്കുന്നതും കേട്ടോ എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ ചൂടായി അരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ മീൻ ഇവിടെ ഞാൻ തലേ ദിവസം രാത്രിയാണ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞളും ഉപ്പും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ചതച്ച് കുഴച്ച് പുരട്ടി വെച്ച മീനായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ സുഖമാണ്, നമുക്ക് നേരിട്ട് വറുത്താലും മതി. അങ്ങനെ മീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാളികേരം അരയ്ക്കാത്തൊരു സാമ്പാറാട്ടോ. അപ്പോൾ സാമ്പാറിക്ക് ഞാൻ ആദ്യം കായം എണ്ണയിലൊന്ന് ചൂടാക്കി അതിലേക്ക് നുള്ളു ജീരകം, അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണ് ഉലുവ, അതേപോലെ തന്നെ 2 സ്പൂണ് ഉഴുന്നും കൂടെ ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ടുണ്ട്. അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെണ്ടയും മുരിങ്ങക്കായും ഞാനിവിടെ ചട്ടിയിലാണ് പിന്നെ ഞാൻ കറി വയ്ക്കുന്നത്, സാമ്പാർ വയ്ക്കുന്നത്.
അപ്പോൾ മുരിങ്ങക്കായും വെണ്ടയ്ക്കയും ഞാൻ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക ഒന്ന് ജസ്റ്റ് വാട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കറിൽ ഞാൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കഷ്ണം, അതേപോലെ തന്നെ കുമ്പളങ്ങയുടെ ഒരു കഷ്ണം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുക്കറിൽ വേവിച്ചിട്ടുണ്ട്, അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഇവിടുത്തെ ചോറ് റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ വാർക്കാൻ വെച്ചിട്ടുണ്ട്, അതായത് ചോറ് വെള്ളം കളയെ ഊറ്റുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കഷ്ണങ്ങളൊക്കെ കുക്കറിൽ വെന്ത് ഞാൻ നേരെ ചട്ടിയിലേക്ക് ഇട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടികളൊക്കെ ഇട്ട് വറുത്തുണ്ടായിരുന്നല്ലോ, അത് ഞാൻ കുറച്ച് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി, അതായത് നമ്മുടെ വാളംപുളി, അത് ഞാൻ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഞാൻ ആ പൊടിയിൽ ഒഴിച്ചിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ സാമ്പാർക്ക് ഒഴിച്ചിട്ടുണ്ട്. സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കടുകും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഞാൻ വറുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇതാ ചോറും നമ്മുടെ സ്വാദിഷ്ടമായ സാമ്പാറും മീനുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.